മഹാരാഷ്ട്രയിൽ ലവ് ജിഹാദ് ഒരു നിയമമായിട്ട് വരാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 7 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് ഈ മഹായുതി NDA സർക്കാർ, ദേവേന്ദ്ര ഫഡ്നവീസിൻ്റെ നേതൃത്വത്തിൽ. ഇത് ഹെഡ് ചെയ്യുന്നത് അവിടുത്തെ DGP ആണ്. അപ്പോൾ ഇപ്പോഴും ലവ് ജിഹാദിന് നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നൊരു സൂചനയാണോ ഇത് നൽകുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് ഈ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ലവ് ജിഹാദിന് വലിയ സ്ഥാനമുണ്ട്. അത് നമ്മൾ കേവലം ഒരു പെൺകുട്ടിയെ ഒരാൾ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് എടുക്കരുത്. ഇപ്പം മുസ്ലിങ്ങളെ വിവാഹം കഴിച്ചു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങളൊരു മുസ്ലിം പയ്യൻ ഏത് തരത്തിലാണ് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അവർ വെറുതെ വിവാഹം കഴിച്ച പ്രശ്നമൊന്നും അതിനകത്തില്ല. അവർ രജിസ്റ്റർ മാരേജ് നടത്തി, അതിനുശേഷം അവർ ദീർഘകാലം ഒന്നിച്ച് ജീവിച്ചു. അങ്ങനെയുള്ള ചരിത്രമുണ്ടല്ലോ, പലരും ജീവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ KN കുഞ്ഞുമ്മ വിവാഹം കഴിച്ചത് ആരെയാണ്? ഒരു ഹിന്ദു സ്ത്രീയാണ്. സക്കറി വിവാഹം കഴിച്ച ആരാണ്? ഹിന്ദു സ്ത്രീയാണ്. ആരാക്ഷേപം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആക്ഷേപം പറയുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സത്യസരണിയിലെ സൈനബ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയുള്ള ഇവിടെ TV പാവപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അശോകൻ്റെ മകളെ കൊണ്ടുപോയിട്ട് അഖില എന്ന് പറയുന്ന കുട്ടിയെ ഹാദിയാക്കിയതിന് ശേഷം ഒരാൾ പ്രേമിച്ച് വേറെ ആൾ വിവാഹം കഴിക്കുന്ന സിസ്റ്റം ഇല്ലേ? അതാണ് ലവ് ജിഹാദ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റുകാലിലുള്ള പെൺകുട്ടിയുടെ നിമിഷയുടെ വിഷയം നമുക്കറിയാം. അതിനെ സ്നേഹിച്ചതാരാണ്? ഒരാളതിനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കുന്ന അവരല്ലല്ലോ, വിവാഹം കഴിക്കുന്ന മറ്റൊരാളാണ്. എന്നുവെച്ചാൽ ഇത് അവർ മുസ്ലിം സംവിധാന പ്രകാരം വിവാഹം എന്ന് പറയുന്നതിൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഞാൻ ഒപ്പിടുന്നില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നു, ഞാൻ ഒപ്പിടുന്നില്ല, മറിച്ച് ഞാനത് ഗൗതമിന് തരികയാണ്. ഈ തരത്തിൽപ്പെട്ട പരിപാടിയാണോ വിവാഹം? അങ്ങനെയല്ലല്ലോ. വിവാഹത്തിൻ്റെതായിട്ടുള്ളൊരു പവിത്രതയുണ്ട് ഭാരതത്തെ സംബന്ധിച്ച്. ഈ പവിത്രതയുടെ ലംഘനമാണ് ലവ് ജിഹാദ്. ഇത് രാഷ്ട്രവിരുദ്ധമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഹിന്ദു പെൺകുട്ടികളും ഈ മറ്റൊരു മതത്തിലേക്ക്, പ്രത്യേകിച്ചും മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവരവരുടെ ഹിന്ദു പേര് പുറമേ നിലനിർത്തും. പക്ഷെ ഉള്ളിൽ ഇവർക്കിടയിൽ മാത്രമേ ഐശ്വര്യ ഫാത്തിമയായിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. പുറമേ ഐശ്വര്യ തന്നെയായിരിക്കും. അപ്പൊ ഇത്തരം നിഗൂഢമായിട്ടുള്ള പല സ്വഭാവങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ മതം മാറ്റം പോലും നടക്കുന്നത്. അല്ല, സത്യത്തിൽ അതിനാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം. ഒരു പെൺകുട്ടി ഒരാളെ സ്നേഹിച്ചു ആവട്ടെ, പക്ഷെ അവൻ നിരന്തരമായിട്ട് ഇങ്ങനെ പെൺകുട്ടികൾ മുഴുവൻ മുസ്ലിങ്ങളെ പ്രേമിക്കാൻ തുടങ്ങിയാലോ? അതൊരു വലിയ വിഷയമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് അതിൻ്റെ വലിയ ആസൂത്രണം വരുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുന്ന സമയത്താണ് അവർ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി, അവളുടെ പേര് ഐശ്വര്യ എന്നായിരിക്കാം, അവളത് കഴിഞ്ഞിട്ട് ഫാത്തിമ ആയിട്ടുണ്ടാവാം. ഈ ഫാത്തിമ എന്തിനാണ് ഇവർ മതപരിവർത്തനം നടത്തുന്നത്? ഇവർ പ്രേമമാണോ എന്നുള്ളതാണ് പ്രശ്നം. പ്രേമമാണെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ പ്രേമത്തിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് മതം കയറിയിട്ട് ഇതിനെ മെക്കെട്ട് കയറുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത വിഷയം. മതത്തിൻ്റെ ഭാഗത്തിന് പോട്ടെപ്പാ, പ്രേമത്തിൻ്റെ ഭാഗത്ത് പോട്ടെ. മുസ്ലിം നാമധാരിയായിരിക്കുന്ന അബ്ദുൽ ഖാദറോ ഫാരിസ് പറയുന്ന ആൾക്കോ ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടില്ലല്ലോ. ദീർഘകാലമായിട്ട് പഴയ കാലത്തൊരു പുസ്തകം അതിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അത് കർണാടകത്തിൽ നിന്നാണ്. അത് ഭൈരപ്പിയാണ് ആ പുസ്തകത്തിൻ്റെ ഓതർ. അതിനകത്ത് പറയുന്നുണ്ട്, ലക്ഷ്മി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ അവൾ സ്നേഹിക്കുന്ന ആൾ പ്രേമിച്ചു എന്ന് പറയുന്നത് വരുത്തി തീർത്ത് അതിനുശേഷം വിവാഹം കഴിച്ച് ആദ്യം ചെയ്യുന്നത് മതപരിവർത്തനം. പേര് എൻ്റെ വീട്ടുകാർക്ക് നിൻ്റെ പേരൊന്ന് മാറ്റണം എന്നാണ്. അപ്പം നിൻ്റെ പേര് സൈനബ എന്നാക്കണം എന്നാണ്. ലക്ഷ്മി സൈനബയാക്കുന്നു. അതിനുശേഷം ശേഷം ആ പെൺകുട്ടി പ്രസവിക്കുന്നു. ആ പ്രസവിക്കുന്ന കുട്ടിയുടെ പേര് അത് മുസ്ലിം പേര് വേണം, കാരണം എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതിനുശേഷമാണ് നീ പർദ്ദ ഉപയോഗിക്കണം. എനിക്ക് മനസ്സിലാവാത്ത വിഷയം, എന്തിനാണ് പർദ്ദ ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മുടെ മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയനെ വിവാഹം കഴിച്ചപ്പോൾ ചില മുസ്ലിം നേതാക്കള്, പ്രത്യേകിച്ചും കോഴിക്കോട് നിന്നൊക്കെ ലീഗിലെ നേതാക്കന്മാരൊക്കെ ഏത് രീതിയിലാണ് പബ്ലിക്കായിട്ട് വന്നതുകൊണ്ട് പ്രസംഗിച്ചത് എന്ന് നമുക്കറിയാം. അതെ. അല്ല, അവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ വീണ വിജയനെ പോലും പറഞ്ഞിടിക്കാൻ ഇവർ തയ്യാറാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോ മെമ്പറായതിൻ്റെ പേരിലാണ്. ഈ 2 സ്ഥാനം മാറിയിട്ട് നാളെ പിണറായി വിജയൻ്റെ കാലശേഷം ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുടെ വീണയുടെ ഡ്രസ് കോഡ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും മാറ്റം വരാതിരിക്കാൻ സാധ്യതയില്ല. കാരണം പാരമ്പര്യം അങ്ങനെയാണ്. കാരണം മുസ്ലിം മതത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവരുടെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആളുകൾ, മദ്രസ വിദ്യാഭ്യാസം തന്നെയാണ് അതിന് കാരണം. റിജിഡായിട്ടുള്ള പോളിസീസാണ്.
ആരും മതപരിവർത്തനം നടത്തുന്ന ആളുകൾ, അവർ മതമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും വിദ്യാസമ്പന്നരായിരിക്കുന്ന കേരളം പോലുള്ള സ്ഥലത്ത് മതം എങ്ങനെയാണ് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക? പ്രേമത്തിൽ മതമില്ല, പ്രേമത്തിൽ മതം പാടില്ലാത്തതെന്നാണ് പറയുക. പ്രേമത്തിൽ മതം പാടില്ല എന്നാണ് പറയുക. പ്രേമത്തിൽ മാത്രമല്ലല്ലോ എന്നേ, അങ്ങനെ പ്രേമിച്ച് കഴിഞ്ഞ് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന കുട്ടിയെ ആദ്യമായിട്ട് ആ കുട്ടിയെ കൊണ്ട് പർദ്ദയിടിയിക്കുന്നു, അവളുടെ പേര് ആദ്യം മാറ്റുന്നു, രണ്ടാമത് അവളെ കൊണ്ട് പർദ്ദയിടിയിക്കുന്നു, പിന്നെ അവൾ മുഴുവൻ ഈ മുസ്ലിം ചട്ടവട്ടങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. അവർക്ക് ജനിക്കുന്ന കുട്ടി, ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവളെ സ്റ്റേജിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല. അവരുടെ മുഴുവൻ കാര്യങ്ങളും മതം ഇടപെടുന്നു. വസ്ത്രത്തിൽ ഇടപെടുന്നു, അവരുടെ ഭക്ഷണത്തിൽ ഇടപെടുന്നു, അവരുടെ പെരുമാറ്റത്തിൽ ഇടപെടുന്നു, അവരെവിടെയൊക്കെ പോകണം എന്നുള്ള മതം തീരുമാനിക്കുന്നു. എനിക്ക് അറിയാത്ത വസ്തുത, ഇത് തീരുമാനിക്കുന്ന മതമാരാണ്? മതത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഏത് മതമാണെങ്കിലും, അത് ഞാൻ ഇസ്ലാം മതം മാത്രമല്ല, ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളാണെങ്കിലും അവിടെയാണ് ഹൈന്ദവ മതത്തിൻ്റെ സവിശേഷത. ഹിന്ദുത്വത്തിൻ്റെ സവിശേഷത അത് ഒരു കാരണവശാലും വ്യക്തി ജീവിതത്തിലേക്ക് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. വ്യക്തി ജീവിതത്തിലേക്ക് ഇടപെട്ടാൽ അതിൻ്റെ പണി കഴിഞ്ഞു അതോടെ. ഇന്ന് മുസ്ലിം സംവിധാനത്തിന് തയ്യാറ്. ഇപ്പം തന്നെ ആ കോഴിക്കോട് കണ്ടില്ലേ, പെൺകുട്ടി അവൾ സ്റ്റേജിൽ കയറണം വേണ്ടെന്നുള്ളത് അത് തീരുമാനിക്കുന്നത് സമസ്തയെ തീരുമാനിക്കുന്നത്. ഇതാരും സമസ്തക്കാരനാരെ തീരുമാനിക്കാൻ? ഈ സമസ്തക്കാരൻ തീരുമാനിക്കേണ്ടതാണ് പെൺകുട്ടി സ്റ്റേജിൽ കയറണം വേണ്ടെന്നുള്ളത്. ഇത് അനുവദിച്ചു കൊടുക്കുന്ന രീതിയാണ് അവിടെ ആ ഭാഗത്തുള്ളത്. അതേപോലെ തന്നെ അവർ വസ്ത്രം ധരിക്കുന്നത്, ഏത് വസ്ത്രം ധരിക്കണം എന്നാരാ തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കുന്നത് സമസ്തക്കാരനാണോ? സംസ്ഥക്കാരൻ്റെ കാര്യം തീരുമാനിക്കട്ടെ, ആണുങ്ങളുടെ കാര്യം തീരുമാനിക്കട്ടെ. സ്ത്രീകൾ പർദ്ദ ധരിക്കണം എന്നുള്ളവരെ തീരുമാനിക്കേണ്ടത് പുരുഷന്മാരില്ല. വല്ലാത്ത ചൂടാണ് ഈ കാലത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 35 ഡിഗ്രി 34 ഡിഗ്രി 35 ഡിഗ്രിയും 36 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ കറുത്ത വസ്ത്രം ധരിച്ച്, ഏറ്റവും കൂടുതൽ നിങ്ങളൊരു സർവേ നടത്തി ഞാൻ കേട്ടിരുന്നത് പണ്ട് ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ത്വക്ക് രോഗികൾ ഈ പ്രസ്ഥാനത്തിനകത്താണ്. ത്വക്ക് രോഗികളുടെ മതം ഒന്ന് പരിശോധിക്കട്ടെ ഇവർ പോയിട്ട്. ത്വക്ക് രോഗികളുടെ ഏറെ പേരും ഈ സമുദായത്തിൽ നിന്നാണ്. കാരണം അവർ വസ്ത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കടുത്ത ചൂടാണ്. ഈ ചൂടിനെ ആഗിരണം ചെയ്യുന്ന, ഈ ചൂടിനെ വച്ചു പുലർത്തുന്ന കറുത്ത വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്ക് ത്വക്ക് രോഗം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. നിങ്ങളെല്ലാ ആശുപത്രിയിലും തിരക്കി നോക്ക്. ആശുപത്രികളിലെ രോഗികൾ ആരാ കൂടുതൽ? ഏത് മതത്തിൽപ്പെട്ടവരാണ്? ഇവരൊന്നും പറയാത്തേ? ഇവരൊന്ന് കണക്കൊന്ന് പറയട്ടെ. മിക്കവാറും കേരളത്തിലെ രോഗികളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ പ്രത്യേകമായുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കുഴപ്പമൊന്നുമല്ല. അവരെ കൊണ്ട് ഇന്ന ആഹാരം കഴിപ്പിക്കും. ഞങ്ങൾ തുപ്പിയിട്ട ആഹാരം നിങ്ങൾ കഴിക്കണം, അത് കഴിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം, വസ്ത്രം കഴിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മദ്രസയിലേക്ക് നിങ്ങൾ പിള്ളേരെ വിടണം, അത് വിടുകയാണ്. ഇത്യാദി മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കാർന്ന് തിന്നുന്ന സ്വഭാവമുള്ള ഈ തരത്തിലെ സെമിറ്റിക് മതം അത് നാടിനെ സംബന്ധിച്ച് ആപത്താണ്. ഇപ്പം ഈ തരത്തിൽ ആപത്തിനെയാണ് ഫട്നാവിസ് ടേക്കപ്പ് ചെയ്യുന്നത്. ഫട്നാവിസ് പറയുന്നത് അവിടെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം വേണം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെട്ട് കല്യാണം കഴിച്ച പ്രശ്നം മാത്രമായിട്ട് എടുക്കരുത്. രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള പ്രേരണാ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് രൂപീകരിക്കാനുള്ള, ഈ കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു കാരണം തന്നെ നിരവധിയായിട്ടുള്ള, അതായത് 10,000-ലധികം കംപ്ലൈന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിവാഹത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റിയെയും, ഈ കമ്മിറ്റി ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നിയമമായിട്ട് അത് വരികയും ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് ഈ സമുദായത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ചെയ്യുന്നത് അവരെ കൊണ്ടൊക്കെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്. എനിക്കറിയാം, ഞാനിന്ന് തൃപ്പൂണിത്ത് രാവിലെ സ്ഥലത്ത് പോയപ്പോഴാണ് അവിടെ ജയ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ബലൂൺ ഒരു കടയിൽ നിന്ന് പിടിച്ചിരിക്കുന്നു. ഇതിന് കാരണം അത് കട നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഒരു മുസ്ലിമിൻ്റേതാണ്. എന്ന് വെച്ചാൽ സാധാരണ മുസ്ലിം അറിഞ്ഞുകൊണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവനെ കൊണ്ട് ഈ പണി ചെയ്യിക്കുകയാണ്. അവൻ ഈ പണി ചെയ്യാൻ നിർബന്ധിതനായി തീരുകയാണ്. അപ്പോൾ അവനെ കൊണ്ട് നിർബന്ധിതനാക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന മതനേതൃത്വമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ളത്. അത് ഒരു നാടിന് വിരുദ്ധമാണ്, നാടിൻ്റെ സ്വൈര്യതയെ കെടുത്തുന്നതാണ്. ഈ സ്വൈര്യതയെ കെടുത്താൻ അനുവദിക്കാൻ പാടില്ല. മതം വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ട് ഗൗതം ഇഷ്ടമുള്ള മതത്തിൽ സ്വീകരിച്ചോപ്പാ, അതിനാർക്ക് വിരോധം? അപ്പോൾ ഗൗതം ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളൂ, ഗൗതമിന് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചോളൂ. മറിച്ച് ഞാനെന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്? ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അത് ഇടപെടുന്നു, അതിനെ നശിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അതാണ് ലവ് ജിഹാദ്. ആ ലവ് ജിഹാദ് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പല ഹിന്ദു പെൺകുട്ടികളും പക്ഷേ ഇതിന് വഴിപ്പെട്ടു പോവുകയാണല്ലോ. അതെങ്ങനെ വഴിപ്പെടാൻ? ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ, മയക്കുമരുന്ന് കച്ചവടത്തിൽ ആളുകൾ വഴിപ്പെടാറുണ്ട്. അപ്പോൾ മയക്കുമരുന്ന് കച്ചവടം തെറ്റാന്ന് ഇവർക്കും അറിയാം, പക്ഷെ എന്നാലും വഴിപ്പെട്ടു പോകും. കാരണം അത് മയക്കുമരുന്നിന് പോകുമ്പോൾ നല്ല മൊബൈൽ ഫോൺ കിട്ടും,
പുതിയ ഫാഷൻ ടെക്നോളജിയൊക്കെ ഉണ്ടാവും. ഈ സാധനം കാണുന്ന സമയത്ത് മയക്കുമരുന്ന് എല്ലാം തോന്നും. അത് തെറ്റു പറയാൻ പറ്റില്ല. സമാനമായിട്ടുള്ള രീതിയിൽ ചില ആളുകൾ ചില മതത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണി കാലത്തും വീണ്ടും കിട്ടും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ചില ആനുകൂല്യങ്ങളും വസ്ത്രങ്ങളൊക്കെ കിട്ടും. അത് കാണുന്ന സമയത്ത് ചെറുപ്പകാലത്ത് ധരിക്കുന്ന ഇതാണ് ലോകമെന്ന് ധരിക്കുക. പിന്നെ 2-3 കൊല്ലം കഴിയുമ്പോഴാണ് കളി മനസ്സിലാവുക, ഇത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യം വരിക. ആ സമയത്താണ് എതിർത്തിട്ടാണ്. ഇപ്പോൾ ഹാദിയുടെ അവസ്ഥ പോയിട്ട് ആലോചിച്ച് നോക്ക്. ഹാദി ഇപ്പോൾ ആദ്യത്തെ ഭർത്താവിന് വിട്ടു. നിമിഷയുടെ അവസ്ഥ അത് തന്നെയാണ്. നിമിഷ ഞാൻ മനസ്സിലാക്കിയത് അഫ്ഗാനിസ്ഥാനിലും മറ്റാണ്. ഭർത്താവ് എന്ന് പറയുന്ന ആളുണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല. ഈ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവരല്ല, പ്രേമിക്കുന്നവനല്ല വിവാഹം കഴിക്കുന്നത്, വേറെ ആൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേമിച്ചു കൊടുക്കുന്ന പരിപാടി, അതാണ് ലവ് ജിഹാദ്. ഇതിൻ്റെ ഈ ലവ് ജിഹാദിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ സിറിയയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയത് കേരളത്തിൽ നിന്നാണ്. ആട് മേയ്ക്കാനാണ് കൊണ്ടുപോയത് അവരെയൊക്കെ. അങ്ങ് പറഞ്ഞല്ലോ, സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ കൊണ്ടുപോയി. സിറിയ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഇങ്ങനെയാണ്, ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലമാണ്. IS കൊണ്ടുപോകുന്നത് സിറിയ വഴിക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇപ്പം അതിന് വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ നിന്ന് 21-26 പേരെ മറ്റേ കേരളത്തിൽ നിന്ന് മാത്രം പോയത്. അതിന് പ്രധാനമായിട്ട് കൊണ്ടുപോയ ആൾ ഇവിടെ ഒരു സ്കൂളിൻ്റെ മാനേജറായിരുന്ന ആളാണ്, റഷീദ് എന്നങ്ങണ്ട അയാളുടെ പേര്. ഈ തരത്തിൽപ്പെട്ട ആളുകളാണ് കൊണ്ടുവന്നത്. ഇവിടെ കേരളത്തിൽ സ്ഥാപനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് ആളുകളെ IS കൊണ്ടുപോകുന്നത്. ഈ തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും വലിയ താല്പര്യം, അതിന് ഒരു പ്രേരണാശക്തിയായിട്ട് വരുന്നതാണ് ലവ് ജിഹാദ്. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദിനെതിരായിട്ടുള്ള നിയമം തീർച്ചയായിട്ടും കർക്കശമാണ്, അനിവാര്യമാണ്. അത് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും മാത്രം പോരാ, കേരളത്തിലടക്കം അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ലവ് ജിഹാദ് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല, വളരെ ഗൗരവപരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഒരു സംശയക്കാര്യത്തിലില്ല, അത് തീർച്ചയായിട്ടും പരിഹരിക്കേണ്ട വിഷയമാണ്.